ടെക്നോ കാഞ്ഞിരപ്പള്ളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹൈബ്രിഡ് MPPT ആണ്. അതായത് നമ്മുടെ ഓൺ ഗ്രിഡൊക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം പകൽ സമയങ്ങളിൽ നമ്മളിപ്പോൾ മെയിൻ്റനൻസിനായിട്ട് KSEB പവർ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ പ്രൊഡക്ഷൻ മൊത്തം നഷ്ടപ്പെട്ടു പോകും. പക്ഷേ നമ്മുടെ വീട്ടിലൊരു ബാറ്ററിയുടെ അല്ലെങ്കിൽ 2 ബാറ്ററിയുടെ ചിലപ്പോൾ ചില വീടുകളിൽ 4 ബാറ്ററിയുടെയൊക്കെ ഇൻവേർട്ടർ ഉണ്ടായിരിക്കും ബാക്കപ്പിന് വേണ്ടി വെച്ചിരിക്കുന്നത്. ആ ഇൻവേർട്ടർ നമുക്ക് പകൽ സമയങ്ങളിൽ KSEBയുടെ പവർ സപ്ലൈ പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നിലവിലിരിക്കുന്ന ഓൺ ഗ്രിഡിൻ്റെ സോളാർ പാനലിൽ നിന്ന് നമുക്ക് നമ്മുടെ നിലവിലിരിക്കുന്ന ഇൻവേർട്ടർ ബാക്കപ്പിന് വേണ്ടിയിരിക്കുന്ന ഇൻവേർട്ടർ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു MPPT ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ വീട്ടിലെ ഒരു ഇൻവേർട്ടറിനെ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടറാക്കി മാറ്റാം എന്ന് പറയാം. പൂർണ്ണമായിട്ടും അല്ല, എങ്കിൽ പോലും നമ്മൾക്ക് പകൽ ലോസ് ആകുന്ന ഒരുപാട് നമ്മുടെ പ്രൊഡക്ഷനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇൻവേർട്ടറിനെ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടറാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു MPPT ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഹൈബ്രിഡ് MPPT വരുന്നത്. ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ MPPT ആണ്. ഇത് കേരള മെയ്ഡ് പ്രോഡക്റ്റ് ആണ്. ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ, സാധാരണ ഒരു MPPTയുടെ ഡിസൈൻ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ഇതിൽ വോൾട്ടേജും ആംബിയറും കാണിക്കാൻ വേണ്ടി ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾവശത്തായിട്ട് ഇതിൻ്റെ ഒരു ഫാൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീരിയൽ നമ്പർ, അതുപോലെ മോഡൽ നമ്പർ 24 വോൾട്ട് 40 ആംബിയറാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. പിന്നെ വരുന്നത് ഇതുപോലെ ബാറ്ററി വോൾട്ടേജ് 24 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് 24-നുള്ള സിസ്റ്റമാണ് ഇത് വരുന്നത്. അതുപോലെ DC വോൾട്ടേജ് നമുക്ക് 150 മുതൽ 300 വോൾട്ട് വരെ കൊടുക്കാം. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. സാധാരണ MPPT എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും, സാധാരണ MPPTകളിൽ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് ഒരു 150 വോൾട്ടോ അല്ലെങ്കിൽ ഒരു 90 വോൾട്ട്, ഒരു 40 ആംബിയറിന് MPPTയിലൊക്കെ ആവറേജ് ആ ഒരു റേഞ്ചിലായിരിക്കും സാധാരണ MPPT. പക്ഷേ നമ്മുടെ ഈ ഹൈബ്രിഡ് MPPTയിലേ ഉള്ളൂ നമുക്ക് ഈ 150 മുതൽ 300 വോൾട്ട് ഇത്രയും വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓൺ ഗ്രിഡ് എന്ന് വരുന്നത് പവർ. അതായത് ഓൺ ഗ്രിഡിൻ്റെ പവർ എന്ന് പറയുന്നത് ഓൺ ഗ്രിഡിൻ്റെ DC പവർ വരുമ്പോൾ ഏകദേശം നമ്മളൊരു 3 കിലോ വാട്ട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 6 പാനൽ വരുമെന്ന് വെച്ചോ, ഏകദേശം ഒരു 250 അല്ലെങ്കിൽ 200-നും 250-നും ഇടയ്ക്കൊക്കെ ആയിരിക്കും അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് വരുന്നത്. അത് നമുക്കൊരു സാധാരണ MPPTയെ കൊടുത്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നമുക്ക് ആ വോൾട്ടേജ് റേഞ്ച് ഇത്രയും വൈഡ് വോൾട്ടേജ് റേഞ്ച്, അതായത് 150 മുതൽ 300 വരെ DC വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് dB എന്ന് നമ്മുടെ MCBയുടെ ഔട്ട്പുട്ട് പാരലായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു റീസെറ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇത്രയും കണക്ഷൻസാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇതിപ്പം ഒരു സ്റ്റാൻഡ് ബൈ മോഡിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ വരുന്ന ഫേസ് ന്യൂട്രൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്ന സോളാർ പാനൽ കൊടുക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഫേസ് ന്യൂട്രൽ കൊടുക്കുന്നത്. ഈ ഫേസ് ന്യൂട്രൽ എപ്പോൾ കട്ടാകുന്നോ അന്നേരം മാത്രമേ ഈ MPPT നമുക്ക് വർക്കിംഗ് ആവുകയുള്ളൂ. ആ സമയം മാത്രമേ നമുക്ക് ഇതിലേക്ക് ആംബിയർ വരികയും നമ്മുടെ ബാറ്ററി ചാർജ് ആവുകയോ ലൈവ് ഉപയോഗത്തിനൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ സോളാർ ബാറ്ററി തന്നെ ഉപയോഗിക്കുക. ഇൻവെർട്ടർ ബാറ്ററി നമ്മൾ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇൻവെർട്ടർ ബാറ്ററിയിലേക്ക് നമ്മൾ സോളാറിൻ്റെ ഇത്ര ആംബിയറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സോളാർ ബാറ്ററി തന്നെ ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് 12 വോൾട്ട് സിസ്റ്റം മുതൽ, അതായത് 12 വോൾട്ടിൻ്റെ ബാറ്ററി സിസ്റ്റം മുതൽ നമുക്ക് ഏകദേശം 192 വോൾട്ടേജ് വരെയുള്ള ബാറ്ററി ബാങ്കിന് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് MPPT നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പോൾ ചിലപ്പം 10 കിലോ വാട്ട്സിൻ്റെയൊക്കെ ആണെങ്കിൽ 192 വോൾട്ടിൻ്റെയൊക്കെ ആയിരിക്കും ബാറ്ററി ബാങ്കൊക്കെ വരുന്നത്. 10 കിലോ വാട്ട്സ് നമുക്ക് ബാക്കപ്പ് സിസ്റ്റമൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വെക്കുന്നുണ്ട്, വലിയ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ളത്. അവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് MPPT അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പല വോൾട്ടേജ് റേഞ്ചിലുള്ളത് വരുന്നുണ്ട്. അത് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലിരിക്കുന്നത് ഒരു 3 കിലോ വാട്ട്സ് ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെന്ന് വെക്കുക, നമ്മുടെ ബാറ്ററി ബാങ്ക് വരുന്നത് 24 ആണെന്ന് നോക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ ഒരു സിസ്റ്റം നമുക്ക് സെലക്ട് ചെയ്യാം. 150 മുതൽ, കാരണം ഒറ്റ സ്ട്രിങ്ങേ വരുള്ളൂ. കാരണം 6 പാനലാണെങ്കിൽ 6 പാനൽ ഒറ്റ സ്ട്രിങ് ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു 5 കിലോ വാട്ട്സൊക്കെ ആണെങ്കിൽ ചില 5 കിലോ വാട്ട്സൊക്കെ ഡ്യുവൽ MPPT ഉള്ള ഓൺ ഗ്രിഡ് ഇൻവേർട്ടേഴ്സ് വരുന്നുണ്ട്. അപ്പം അതുപോലുള്ള ഓൺ ഗ്രിഡ് ഇൻവേർട്ടേഴ്സിൽ നമുക്ക് ഒരു സ്ട്രിങ് എടുത്തിട്ട് ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 സ്ട്രിങ് ആയിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ 10 പാനൽ 5 പാനൽ വെച്ച് 2 സ്ട്രിങ് ആയിരിക്കും. അതിലൊരു സ്ട്രിങ്ങിൻ്റെ സപ്ലൈ എടുത്ത് നമുക്ക് ഇതിലേക്ക് കൊടുത്താൽ മതി. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ എത്രയാണോ ബാറ്ററി ബാങ്ക് ഇരിക്കുന്നത്, അതുപോലെ എത്രയാണോ നമ്മുടെ സോളാർ പാനൽ ഇരിക്കുന്നത്, അത് നമ്മുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ നോക്കിയിട്ട് ഒരു ടെക്നിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരാളെ കൊണ്ട് നോക്കിച്ചാൽ കറക്റ്റ് അവർ പറഞ്ഞു തരും. അപ്പം അതായത് ഒരു സോളാർ സിസ്റ്റമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഒരു സ്ട്രിങ്ങിൽ എത്ര വോൾട്ടാണ് വരുന്നത്, അതിനനുസരിച്ചുള്ള MPPT സിസ്റ്റം മേടിച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം.
നമ്മളിപ്പോൾ ഇതൊരു 24 വോൾട്ടിൻ്റെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി കൊടുത്തിട്ടുണ്ട്, അതുപോലെ സോളാർ പാനലിൽ നിന്നുള്ള പാനൽ, അതായത് ഒരു സ്ട്രിങ്, 2 സ്ട്രിങ്ങാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ സൈഡിൽ 2 സ്ട്രിങ്ങിൽ നിന്ന് ഒരു സ്ട്രിങ് മാത്രം നമ്മൾ എടുത്തിട്ട് പാനൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കണ്ടോ ആംബിയർ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിലവിൽ കറണ്ട് ഉണ്ട്. ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് നോക്കിയാൽ അറിയാം ആംബിയർ 0 ആണ് കാണിക്കുന്നത്, വോൾട്ടേജ് 27. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 27 വോൾട്ട് ഉണ്ട്. ഇപ്പോൾ ഈ ബാറ്ററിയിലേക്ക് ഈ MPPT നിന്ന് കറണ്ട് ഒന്നും കൊടുക്കുന്നില്ല, ഫ്ലോ ചെയ്യുന്നില്ല, ചാർജിങ്ങോ ഒന്നിനും കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയും കൂടെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണിക്കുന്നുണ്ട്. ഇതുണ്ടോ SPSൻ്റെ സിസ്റ്റമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. മെയിൻസ് 234 വോൾട്ട് ഇപ്പോൾ മെയിൻസ് ഉള്ളതായിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ലോഡൊന്നും ഇപ്പോൾ ഇൻവെർട്ടറിലില്ല. ഇപ്പം നമുക്ക് ബൈപ്പാസ്സാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ലോഡ് ബൈപ്പാസ്സാണ് ഇൻവെർട്ടറിൻ്റെ അകത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻസ് ഒന്ന്, ഈ വീട്ടിലെ മെയിൻസ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. നമുക്ക് വെളിയിലത്തെ ഫ്യൂസ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ MPPTയിൽ നമുക്ക് ആംബിയർ കൂടുന്നതും MPPT എന്ന വോൾട്ടേജ് ഫ്ലോ ചെയ്യുന്നതും എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ചാർജിങ്ങും ലൈവ് ഓടുന്നതെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടുത്തെ മെയിൻസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേയിൽ നോക്കിയാൽ അറിയാം. ഇപ്പം ഇതുണ്ടോ സിസ്റ്റം ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്, മെയിൻസ് ഓഫായിട്ടുണ്ട്. മെയിൻസ് ഓഫായി കഴിയുമ്പോഴത്തേന് ഈ MPPT ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MPPT എന്ന് നമുക്ക് ആംബിയർ ഫ്ലോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബാറ്ററിയിലേക്ക് നമുക്ക് 24 വോൾട്ട് ബാറ്ററിയിലേക്ക് നമുക്ക് ആംബിയർ ഫ്ലോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ബാറ്ററി വോൾട്ടേജ് നമുക്ക് നേരത്തെ അറിയാം 27 ആയിരുന്നു, അതിപ്പോൾ വന്നിട്ട് നമുക്ക് 28ലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 14 ആംബിയറാണ് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് ഇൻവെർട്ടറിലേക്ക് നോക്കാം. ഇൻവെർട്ടറിൽ നമുക്ക് എത്ര ഇപ്പോൾ ലോഡുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 168 VA ലോഡുള്ളൂ. നമുക്കിനിയിപ്പം ഇതിൽ ലൈവായിട്ട് ലോഡ് ഓടുക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിനി ഇവിടെ ഒരു 3/4 HP ഒരു മോട്ടറുണ്ട്. ആ മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആംബിയർ നമുക്ക് കൂടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കിയാൽ അറിയാം, MPPTയുടെ ഡിസ്പ്ലേയിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഏകദേശം 36 ആംബിയർ ഓളം MPPT എന്ന് ഡ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇൻവെർട്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലോഡ് ഔട്ട്പുട്ട് 220 വോൾട്ടാണ്. ഇപ്പോൾ ഒരു 3/4 HP മോട്ടർ ഈ സൈറ്റിൽ ഇപ്പോൾ ഓടുന്നുണ്ട്. 1028 VA, അതായത് ഏകദേശം 900 വാട്ട്സിനടുത്ത് ഇപ്പോൾ ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ലൈവായിട്ട് നമുക്കിതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 35 ആംബിയർ തന്നെ ഇതിനകത്ത് ഡ്രോ ചെയ്യുന്നുണ്ട്. 25 വോൾട്ടാണ്. വോൾട്ടേജ് കയറുന്നിടം വരെ ഏകദേശം ആംബിയർ കൊടുക്കും. നമ്മളിപ്പോൾ ലോഡ് ഓഫ് ചെയ്തെങ്കിലും ഏകദേശത്തെ അത്രയും കാണിക്കുന്നുണ്ട്. നമുക്കിപ്പം ഡിസ്പ്ലേയിൽ കണ്ടാലറിയാം. ഇവിടെ ഒന്നാമത്തെ LED മെയിൻ സോണിൻ്റെയാണ്. മെയിൻ സോണിൻ്റെ LED കത്തുന്നില്ല, ഇപ്പോഴും കറണ്ട് ഇല്ല. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ കറണ്ട് കൊടുക്കാൻ പോവാണ്. നമ്മളിവിടെ ഇപ്പോൾ കറണ്ട് കൊടുത്തു. കറണ്ട് കണക്ട് ചെയ്തപ്പോഴേ ഇവിടെ MPPT കട്ടായി. കണ്ടോ, കറണ്ട് സെൻസ് ചെയ്താൽ അപ്പോഴേ MPPT കട്ടാവും. അതുപോലെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിലും നമുക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പം ഡിസ്പ്ലേയിലെ മെയിൻസ്. അപ്പോൾ നമുക്ക് നിലവിലുള്ള ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ പവർ ലോസ് വരാതെ, അതായത് കറണ്ട് പോകുന്ന സമയങ്ങളിൽ പവർ ലോസ് വരാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് MPPTയുടെ വീഡിയോ നമ്മളിവിടെ ചുരുക്കിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നമുക്കിത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നതെന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് കട്ടുള്ള സ്ഥലങ്ങളിൽ ചിലയിടത്ത് ഓൺ ഗ്രിഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്. അതുപോലെ റൂറൽ ഏരിയയിലായിരിക്കും അതുപോലുള്ള റൂറൽ ഏരിയയിലായിരിക്കും ഇങ്ങനെയുള്ള ഇഷ്യൂസ് കൂടുതലായിട്ടും കാണുന്നത്. അതായത് മിക്കപ്പോഴും മരം വീഴുക, അങ്ങനെ വരുമ്പോൾ പവർ ഫെയിലിയർ വരിക. അപ്പോൾ അതുപോലെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മുടെ പവർ ഓഫ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഓൺ ഗ്രിഡിൽ നിന്നും വരുന്ന സോളാർ പ്രൊഡക്ഷൻ നമുക്ക് മാക്സിമം നമ്മുടെ ഇൻവെർട്ടർ സിസ്റ്റം വഴി ഉപയോഗിക്കാനുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ 2 ദിവസം കറണ്ട് ഇല്ലെങ്കിൽ പോലും നമ്മുടെ പ്രൊഡക്ഷൻ ലോസ് ആവുമെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം 2 ബാറ്ററിയുടെ ഇൻവെർട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകാൻ ഈ ഒരു MPPT വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും എന്നുള്ളത് ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.